ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, മാരകമായ രോഗം വന്ന് വേദന സഹിക്കാൻ പറ്റാതെ സങ്കടം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, രോഗശമനത്തിന്, നമ്മളെ ശരീരത്തിലെ വേദനകൾ മാറാൻ ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ ഒരു ദിക്ർ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ പറയാൻ പോകുന്ന ദിക്ർ എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലണം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ദിക്റാണ്, പക്ഷെ പല ആളുകൾക്കും അതിന്റെ മഹത്വം അറിയില്ല, പല ആളുകളും അത് ചൊല്ലാറില്ല എന്നുള്ളതാണ്. ഏതാണ് ആ ദിക്ർ? ആ ദിക്റിനെ കുറിച്ച് മഹാന്മാർ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹം മുഴുവനും അതിനുള്ളതാ. എല്ലാവരും ജീവിതത്തിൽ ഭയക്കുന്ന ഒരു രോഗമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒരാളും ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തതാണല്ലോ ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിനുള്ള മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. തീർന്നിട്ടില്ല. 99 രോഗത്തിന് ഇതു നല്ലതാ. 99 രോഗത്തിന് ലാ ഹൗല നല്ലതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. രോഗത്തിലെ ഏറ്റവും ചെറിയ ഒരു രോഗമാണ് മാനസികമായ പ്രയാസം, മാനസികമായ സങ്കടം, അതുപോലെ തന്നെ ടെൻഷൻ. അതിനും ലാ ഹൗല നല്ലതാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. സ്വർഗ്ഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ. ലാ ഹൗലക്ക് നബി പേരിട്ടത് എന്താണെന്നറിയോ? ഇത് സ്വർഗ്ഗത്തിലെ നിധിയാണ്. അത്രയും പവറാണ് പ്രിയമുള്ളവരെ ലാ ഹൗല. നമ്മൾക്കൊക്കെ ലാ ഹൗല എന്നാൽ പല ആളുകളും തമാശക്ക് വേണ്ടി ലാ ഹൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ലാ ഹൗല എന്ന് പറയാറുണ്ട്. ഇത് തമാശക്ക് പറയേണ്ട ഒന്നല്ല. ഇത് തമാശക്ക് നമ്മളെ നാവിൽ നിന്ന് വരേണ്ടതല്ല. ഇത് പവർഫുള്ളായ ഗൗരവത്തോടെ നബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുത മന്ത്രമാണ്. ഇത് രോഗത്തിന് മരുന്നാണ്. ദാരിദ്ര്യ രോഗം മാറാൻ നല്ലതാണെന്നല്ലേ മുത്തുനബി പഠിപ്പിക്കുന്നത്. നിഅമത്ത് നീങ്ങാതെ എപ്പോഴും കാക്കുന്നതാ. നമ്മൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെ, ആ അനുഗ്രഹങ്ങൾ നശിക്കാതെ കാലകാലം നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലാ ഹൗല ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. ഒരു കൂട്ടുകാരനെ പോലെ, സ്വന്തം മക്കളെ പോലെ ലാ ഹൗലെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിജയമാണ്, നിന്റെ ജീവിതത്തിൽ സന്തോഷമാണ്. ഒരിക്കലും നീ പരാജയപ്പെടില്ല. പല പ്രയാസങ്ങളും പറഞ്ഞു വരുമ്പോ, പല ദുഃഖങ്ങളും പറഞ്ഞു വരുമ്പോ മഹാന്മാര് ഔലിയാക്കൾ അവരുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളത്. ലാ ഹൗല ചൊല്ലി ചൊല്ലി അവനിക്ക് നിധി പോലും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മഹാന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ റബ്ബേ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.